കുടുംബത്തിന്റെ ആത്മീയ ദർശനം. തോട്ട് ഫോർ ദ ഡേ. കുടുംബം ഒരു വീട് മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഒരു വിശുദ്ധ ഭവനമാണ്. ഒരു കുടുംബം എന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, മക്കളും മാതാപിതാക്കളും ഉൾപ്പെടെ എല്ലാവരും ചേർന്നുള്ള ദൈവ അനുഗ്രഹീത ഐക്യ ബന്ധമാണ് യഥാർത്ഥ കുടുംബം. ഞങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണമെന്ന് യോഹന്നാൻ സുവിശേഷം 17-ാം പറയുന്നു. അതായത് പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലുള്ള പൂർണ്ണ ഐക്യത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ കുടുംബത്തിലും ഐക്യവും സ്നേഹവും സമാധാനവും നിലനിൽക്കണം. കുടുംബം എന്നത് ഭർത്താവ്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ദൈവം രൂപകൽപ്പന ചെയ്ത അനുഗ്രഹീത ബന്ധം. ഐക്യത്തിൽ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കും? കുടുംബത്തിന്റെ ജ്ഞാനവും ശക്തിയുമാണ് അവൾ. സദൃശ്യവാക്യം 31:10-31 വരെയുള്ള വാക്യങ്ങളിലും കൊലോസ്യർ 3-12-14 വരെയുള്ള വാക്യങ്ങളിലും ആ ദൈവഭക്തിയുള്ള സ്ത്രീ ജ്ഞാനത്തോടെ സംസാരിക്കുന്നവളായിരിക്കും, കരുണയും വിനയമുള്ള ഹൃദയമുള്ളവളായിരിക്കും, കുടുംബത്തെ ഐക്യത്തിൽ നിലനിർത്തുന്ന ശക്തിയുള്ളവളായിരിക്കും, മാതാപിതാക്കളെയും മക്കളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവളായിരിക്കും, വീടിനെ ദൈവഭയത്തിൽ പണിയുന്നവളായിരിക്കും. സ്ത്രീ കുടുംബത്തെ തകർക്കുന്നവളെന്നല്ല, അവൾ കുടുംബത്തെ ദൈവത്തിൽ പണിയുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് വചനം സ്ത്രീയെ പറയുന്നത്. എന്നാൽ ദൈവപുരുഷൻ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം? സ്നേഹത്തിലും ഉത്തരവാദിത്വത്തിലും നയിക്കണം. എഫേസ്യർ 5-25 വാക്യത്തിലും കൊലോസ്യർ 3-19-21 വരെയുള്ള വാക്യങ്ങളിലും 1 തീമോഥെയോസ് 5 ഇങ്ങനെയാണ് പറയുന്നത്: ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, മക്കളെ ദൈവഭയത്തിൽ വളർത്തണം, മാതാപിതാക്കളെ ആദരിക്കണം, സംരക്ഷിക്കണം, കോപം വിട്ട് സമാധാനത്തിൽ നടക്കണം, പ്രാർത്ഥനയിൽ കുടുംബത്തെ ദൈവത്തിലേക്ക് നയിക്കണം. പുരുഷൻ കുടുംബത്തെ ഭരിക്കുന്നവനായിട്ടല്ല, അവൻ സ്നേഹത്തോടെ നയിക്കുന്ന ആത്മതലവനാകണം. നിന്റെ ദൈവമായ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് നന്നായി ചെയ്യൂ, അപ്പോൾ നിന്റെ വരും തലമുറ ഭൂമിയിൽ അധികം ജീവനും കണ്ടു ഭയപ്പെടുകയില്ല എന്ന് സദൃശവാക്യങ്ങളിൽ പറയുന്നു. എന്നാൽ ഐക്യത്തിന്റെ ആത്മീയ രഹസ്യം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം പറയുന്നു: ഞങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടത്. അതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവിലുള്ള പൂർണ്ണ ഐക്യത്തിലുള്ള പ്രവൃത്തി. അവിടെ ഭിന്നതയില്ല, സ്വാർത്ഥതയില്ല, സ്നേഹവും സമാധാനവും മാത്രമാണ്. അതുപോലെ ഒരു കുടുംബത്തിലും ഭർത്താവും ഭാര്യയും ഐക്യത്തിൽ നടക്കണം. മക്കൾ അനുസരണത്തിലും സ്നേഹത്തിലും വളരണം. മാതാപിതാക്കളോ അനുഗ്രഹത്തിന്റെ വേരുകളായി നിലകൊള്ളണം. എല്ലാവരും ഒരുമിച്ച് ദൈവത്തിൽ നിലനിൽക്കുമ്പോൾ ആ കുടുംബം ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു വിശുദ്ധ ഭവനമായി മാറുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി ഒരു ആത്മീയ സന്ദേശം പറയട്ടെ. ഇന്ന് ലോകം മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.